ജീവിതത്തിൽ നമ്മൾ പല കണക്ക് കൂട്ടലുകൾ നടത്തുന്ന ആളാണ്. ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവില്ല. എന്നാൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കണക്ക് കൂട്ടലുകളും കൃത്യമായിരിക്കണം. അത് രേഖപ്പെടുത്തുന്നതും വളരെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ബിസിനസ്സിൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ ആം ജോബിൻ KJ, യുവർ കമ്പാനിയൻ ഫോർ അക്കൗണ്ടൻസി. +1 കൊമേഴ്സ് ചൂസ് ചെയ്ത കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. ഭാവിയിൽ നല്ല നല്ല കമ്പനികളെ റൺ ചെയ്യിപ്പിക്കുന്ന, അവിടെ ഫിനാൻസിങ് ആൻഡ് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല നിലയിൽ എത്താൻ പോകുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന ബോധ്യം എനിക്കുണ്ട്. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സബ്ജക്റ്റ് ആയിരിക്കും. എന്നാൽ നമുക്ക് തുടക്കം മുതൽ വളരെ ലളിതമായി, വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന, പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. സിമ്പിളായി അക്കൗണ്ടൻസി എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം. ഒരു ബിസിനസ്സിൽ നടക്കുന്ന മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെല്ലാം പ്രോപ്പറായി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പർച്ചേസിംഗ് ഓഫ് ഗുഡ്സ് ആക്കാം, അല്ലെങ്കിൽ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആക്കാം, വേജസ് പെയ്ഡ് ടു എംപ്ലോയീസ് ആക്കാം. അങ്ങനെ നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷൻ, ഇതിനെല്ലാം നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യുകയും അതിനെ പ്രോപ്പറായി അനാലിസിസ് നടത്തുകയും അതിലൂടെ ഒരു നല്ല ഡിസിഷൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ബിസിനസിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന ഫംഗ്ഷനുകളൊക്കെയാണ് മെയിൻ ആയിട്ടും അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി തീർച്ചയായും പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡെപ്ത് ആയിട്ടൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. എന്നാൽ അക്കൗണ്ടിങ് ഡെഫിനിഷൻ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒന്ന് നോക്കി നോക്കാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA, അവരാണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അവർ പറയുന്ന പ്രകാരം അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആസ് ഇൻ ടേംസ് ഓഫ് മണി, transactions or events which are in part at least of a financial character and interpreting the results thereof. ഇതാണ് അവർ പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി ഭാവിയിൽ നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പറയും. ഈ ഒരു ഡെഫിനിഷനിൽ മെയിൻ ആയിട്ട് 3 ഫംഗ്ഷൻസ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. സോ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന കാര്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ജേണൽ ആണ്. ഓക്കെ, ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഈ ചെയ്തു വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിലെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഡേ ബൈ ഡേ നമ്മൾ ദൈനംദിനം നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ക്രോണോളജിക്കലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള ട്രാൻസാക്ഷനെ അതിന്റെ നേച്ചർ അനുസരിച്ച്, ഇപ്പൊ പർച്ചേസ് ആയിക്കോട്ടെ, പർച്ചേസ് എന്ന് പറയുകയാണെങ്കിൽ ആ പർച്ചേസ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് എന്ത് ചെയ്യും, ലെഡ്ജറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ പർച്ചേസിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത മെയിൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സമ്മറൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഇത് നമ്മൾ നടത്താൻ വേണ്ടി 2 അക്കൗണ്ടുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. വൺ ഈസ് P&L അക്കൗണ്ട് ആൻഡ് അനദർ വൺ ഈസ് ബാലൻസ് ഷീറ്റ്. ഈ 2 അക്കൗണ്ടുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സമ്മറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അനാലിസിസ് നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും പഠിച്ച 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു മറക്കരുത്. ഫസ്റ്റ് വൺ ഈസ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്തിലാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്, നമ്മൾ ലെഡ്ജറിലാണ് ചെയ്യുന്നത്. ദെൻ സമ്മറൈസിംഗ് എന്ന് പറയുന്ന നമ്മൾ തേർഡ് ഫംഗ്ഷൻ ചെയ്യുന്നത് എവിടെയാണ്, P&L അക്കൗണ്ടിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള നമ്മളുടെ വേ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ജേണൽ, ദെൻ ലെഡ്ജർ, ദെൻ ട്രയൽ ബാലൻസ്, ദെൻ P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മുടെ വേ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡെപ്ത് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത സെഷൻസിൽ പഠിക്കും. സോ ഈ ഒരു ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വ്യക്തമായി പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു എന്താണ് അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്, നമ്മൾ ഈ ഡെഫിനിഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷനിലൂടെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ ഫംഗ്ഷൻസ് എന്ത് ചെയ്യണം, പഠിക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഡെഫിനിഷനിലേക്ക് പോകാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കും. കൂടുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ലൈവ് സെഷൻസിലും അതുപോലെ റെക്കോർഡ് സെഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു തരുന്നതാണ്. വി ദ ഫാക്കൽറ്റീസ് ഓഫ് ലക്ഷ്യ സ്കൂൾ പ്ലസ് ഈസ് വിത്ത് യു.
we are ready to help you. We are ready to build your career in a better way. So guys, wish you all the very best. Thank you so much.